പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യദിന ക്വിസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും LSS USS ക്ലാസ്സുകളൊക്കെ നൽകുന്നുണ്ട് കേട്ടോ. ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം. മക്കളെല്ലാവരും ജോയിൻ ചെയ്യണേ. ഒന്നാമത്തെ ചോദ്യം, നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചതെന്ന്? ആൻസർ 1920. ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം ഏത്? ഉത്തരം പ്ലാസി യുദ്ധം 1757. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആര്? ദാദാഭായ് നവറോജി. സാരെ ജഹാംസെ അച്ച രചിച്ചതാര്? ആൻസർ മുഹമ്മദ് ഇക്ബാൽ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം എവിടെ? പഞ്ചാബിലെ അമൃത്സർ. ജാലിയൻവാലാബാഗിൽ ഒത്തുകൂടിയ ജനങ്ങൾക്കു നേരെ വെടിയുതിർക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവി ആര്? ആൻസർ ജനറൽ ഡയർ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് എന്ന പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനു തിരികെ നൽകിയ വ്യക്തി ആര്? ആൻസർ ഗാന്ധിജി. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ച വ്യക്തി ആര്? രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു? ഗോപാലകൃഷ്ണ ഗോഖലെ. മഴൈ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? IK കുമാരൻ മാസ്റ്റർ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആര്? ദ്രൗപദി മുർമു. തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവ് ആര്? ബാലഗംഗാധര തിലക്. ദേശീയഗാനം ആലപിക്കാൻ എത്ര സമയം വേണം? 52 സെക്കൻഡ്. ദേശീയഗാനമായ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയതാര്? ആൻസർ രാംസിംഗ് ടാഗോർ. ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചതാര്? രവീന്ദ്രനാഥ ടാഗോർ. ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനം 1911. ലോകമാന്യ എന്നറിയപ്പെടുന്ന നേതാവ് ആര്? ബാലഗംഗാധര തിലക്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കുകൾ? ബാലഗംഗാധര തിലക്. കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളുമായി പിളർന്ന സമ്മേളനം ഏത്? സൂറത്ത് സമ്മേളനം. ബംഗാൾ വിഭജനം റദ്ദു ചെയ്തതാര്? ഹെൻറിച്ച് രണ്ടാമൻ. ഇന്ത്യയിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആര്? നരേന്ദ്രമോദി. കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനം. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ച സമ്മേളനം നടന്ന വർഷം ഏത്? ആൻസർ 1916. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ്? ബാലഗംഗാധര തിലക്. ഗാന്ധിജിയുടെ സമരരീതി ഏതായിരുന്നു? അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം. രഘുപതി രാഘവ രാജാറാം എന്ന പ്രശസ്തമായ ഗാനം രചിച്ചതാര്? തുളസിദാസ്. ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1919 മുതൽ 1947 വരെ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആദ്യമായി നടന്ന സമരം ഏത്? ചമ്പാരൻ സത്യാഗ്രഹം 1917. കരിനിയമം എന്നറിയപ്പെടുന്നത് 1919 റൗലറ്റ് ആക്ട്. ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടവിൽ വെക്കാൻ കഴിയുന്ന നിയമം? റൗലറ്റ് ആക്ട്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ആൻസർ റൗലറ്റ് ആക്ട്. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ചാനലിലൂടെ CH പ്രതിഭ ക്വിസ്, സ്വദേശ് മേഘ ക്വിസ്, അക്ഷരമുറ്റം തുടങ്ങിയ ക്വിസ് വീഡിയോസ് നൽകുന്നുണ്ട് കേട്ടോ. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് മക്കളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.